ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്നത്തെ തലമുറയുടെ ഹരമാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ. ഹാർലി ഡേവിഡ്സൺ യുവജനങ്ങളുടെ പ്രിയ ബൈക്കായി മാറാനുള്ള കാരണം വേഗതയും എഞ്ചിനുമാണ്. ഹാർലി ഡേവിഡ്സൺ പട്ടാളക്കാരുടെ പ്രിയ വാഹനമാണ്. കാരണം ഹാർലി ഡേവിഡ്സണും യുദ്ധവും തമ്മിൽ ഒട്ടനവധി ബന്ധങ്ങളുണ്ട്. ലോകമഹായുദ്ധ സമയത്ത് ഹാർലി ഡേവിഡ്സൺ ഒരുപാട് വിറ്റഴിക്കപ്പെട്ടു. യുദ്ധം അവസാനിച്ചതിന് ശേഷം അമേരിക്കൻ പട്ടാളക്കാർ ഹാർലിയിൽ സഞ്ചരിച്ചാണ് ജർമ്മനിയിലെത്തിയത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ കമ്പനികളിൽ ഒന്നാണ് ഹാർലി ഡേവിഡ്സൺ. അതിനൊപ്പം തന്നെ ലോകം മുഴുവൻ പ്രശസ്തവുമാണ്. ഈ കഥയുടെ തുടക്കം 116 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 1901 വില്യം എസ് ഹാർലി സൈക്കിളിന്റെ പെഡലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി സൈക്കിളിന്റെ പെഡലിന് പകരം എഞ്ചിനാക്കാൻ തീരുമാനിച്ചു. തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എഞ്ചിൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായി വില്യം. എഞ്ചിൻ നിർമ്മിക്കാനുള്ള പ്രയത്നത്തിൽ ഡേവിഡ്സണും സഹോദരങ്ങളും പങ്കുചേർന്നു. എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൽ 2 വർഷത്തിന് ശേഷം 116 cc ഒരു എഞ്ചിൻ രൂപീകരിക്കപ്പെട്ടു. സൈക്കിളിൽ വെക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ. പക്ഷേ ഈ എഞ്ചിൻ വെച്ചാൽ സൈക്കിളുമായി ഒരു ചെറിയ കുന്നുപോലും കയറാൻ പറ്റില്ലായിരുന്നു. കാരണം വില്യം താമസിച്ചിരുന്നത് മിൽവാക്കി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരുപാട് വലുതല്ലെങ്കിലും ചെറിയ ചെറിയ കുന്നുകൾ ഒരുപാടുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഹാർലി ഡേവിഡ്സന്റെ ആദ്യ എഞ്ചിൻ പരാജയപ്പെട്ടു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി. അവർ അതിനുവേണ്ടി ഡേവിഡ്സന്റെ വീടിന് പിറകിൽ 150 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പണിതു. ഓദറിനും സഹോദരങ്ങൾക്കും വേണ്ടി ഒരുപാട് സഹായങ്ങൾ വില്യം ചെയ്തു കൊടുത്തു. ഈ 4 പേരാണ് ഹാർലി ഡേവിഡ്സന്റെ സൃഷ്ടാവെന്ന് അറിയപ്പെടുന്നത്. അവർ പെട്ടെന്ന് തന്നെ 450 cc ഒരു പുതിയ ബൈക്ക് കണ്ടുപിടിച്ചു. ഈ ബൈക്ക് അവരുടെ ആദ്യ കണ്ടുപിടുത്തത്തിൽ വെച്ച് 4 മടങ്ങ് ശക്തിയുള്ളതും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നതുമായിരുന്നു. ഈ ബൈക്കിന്റെ വിജയത്തിന് ശേഷം ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 1904 മിൽവാക്കിയിലെ ഒരു റേസിൽ ഹാർലി ഡേവിഡ്സനെ അവർ പ്രദർശിപ്പിച്ചു. അവിടെ നിന്നാണ് ഈ ബ്രാൻഡ് അറിയപ്പെടാൻ തുടങ്ങിയത്. 1905 ഹാർലി ഡേവിഡ്സന്റെ ഏകദേശം 12 ബൈക്കുകൾ വിറ്റഴിക്കപ്പെട്ടു. കാൾ എച്ച് ലാങ് എന്ന വ്യക്തിയാണ് ഹാർലി ഡേവിഡ്സന്റെ 3 ബൈക്കുകളെ വാങ്ങിയത്. ഈ വ്യക്തിയാണ് ഹാർലി ഡേവിഡ്സന്റെ ആദ്യ ഡീലറെന്ന് അറിയപ്പെട്ടതും. 1906 ഹാർലിയും ഡേവിഡ്സൺ സഹോദരങ്ങളും ചേർന്ന് അവരുടെ ആദ്യ ഫാക്ടറി ചെസ്നട്ട് സ്ട്രീറ്റിൽ ആരംഭിച്ചു. ഇന്നും ഈ ഫാക്ടറി ഹാർലി ഡേവിഡ്സൺ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടറാണ്. അതിനുശേഷം 12 മോട്ടോർ സൈക്കിളിൽ നിന്നും അവരുടെ ഉൽപാദനം 50 മോട്ടോർ സൈക്കിളുകളായി. അങ്ങനെ അവരുടെ പ്രശസ്തി വർദ്ധിച്ചു വരാൻ തുടങ്ങി. 1907 ഹാർലി ഡേവിഡ്സൺ 150 മോട്ടോർ സൈക്കിളുകൾ വിറ്റഴിക്കാൻ തുടങ്ങി. കമ്പനിയുടെ ഉൽപാദനം കൂടിയത് കാരണം കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. എഞ്ചിൻ പവറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം 1908 150 മോട്ടോർ സൈക്കിളുകളും 1909 ഏകദേശം 1150 മോട്ടോർ സൈക്കിളുകളും വിറ്റഴിക്കപ്പെട്ടു. ഇതിനുശേഷമാണ് 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബൈക്കുകൾ എന്ന കാരണം കൊണ്ട് തന്നെ അമേരിക്കൻ സർക്കാർ 20,000 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ യുദ്ധ ആവശ്യങ്ങൾക്കായി വാങ്ങി. യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഹാർലി ഡേവിഡ്സണിൽ സഞ്ചരിച്ചാണ് അമേരിക്കൻ പട്ടാളക്കാർ ജർമ്മനിയിലെത്തിയത്. 1920 ഹാർലി ഡേവിഡ്സൺ ഏകദേശം 67 രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടു. അങ്ങനെ ആ സമയത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ. എന്നിരുന്നാലും 1933 21,000 ബൈക്കുകളിൽ 3,703 ബൈക്കുകൾ വിറ്റഴിക്കപ്പെട്ടില്ല. 1934 കുറെ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ബൈക്കുകളുടെ ശ്രേണി തന്നെ അവർ തുടങ്ങി. 1941 2ാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ തുടങ്ങി. യുദ്ധ ആവശ്യങ്ങൾക്കായി 90,000 ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകളെ അമേരിക്കൻ പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടു. പട്ടാളക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ കാരണങ്ങൾ കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാർ ഹാർലി ഡേവിഡ്സന് നേവി അവാർഡ് 1943 1945 നൽകി. 1969 അമേരിക്കൻ മിഷണറി ആൻഡ് ഫൗണ്ടേഷൻ AMF ഹാർലി ഡേവിഡ്സൺ എന്ന കമ്പനിയെ വാങ്ങുകയും ബൈക്കുകളുടെ ക്വാളിറ്റി കുറയ്ക്കുകയും ചെയ്തു. ആ കാരണങ്ങൾ കൊണ്ട് ബൈക്ക് വിൽപ്പന കുറഞ്ഞു. ഹാർലി ഡേവിഡ്സണോട് മത്സരിക്കാൻ കുറെ ജാപ്പനീസ് ബൈക്കുകളും വിപണിയിൽ വന്നു. ജാപ്പനീസ് ബൈക്കുകളുടെ പ്രത്യേകത അവയ്ക്ക് ക്വാളിറ്റി കൂടുതലും ഒപ്പം വില കുറവും. 1981 AMF വാഗ്വാൻ ബിൽസിനും വില്ലി ജി ഡേവിഡ്സണും കമ്പനി വിൽക്കപ്പെട്ടു. അവർ ഈ കമ്പനിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ടെക്നോളജിയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇവർ 2003 സ്പോർട്സ് ബൈക്കുകൾ നിർമ്മിക്കുന്ന ബ്യൂൽ എന്ന കമ്പനിക്ക് വിറ്റു. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 2009 ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് 750 ആണ്. ഇതിന്റെ വില ഏകദേശം 4 ലക്ഷം രൂപയാണ്.